ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ഒരുപാട് ശല്യം ചെയ്യുന്ന ഒന്നാണല്ലോ എലി, പെരിച്ചാഴി, അതുപോലെ പാറ്റ, പല്ലി. അപ്പോൾ ഇവരെയൊക്കെ ഓടിക്കാനുള്ള ഒരു 2-3 കുഞ്ഞ് ടിപ്സുകൾ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴമാണ്. നമ്മളെല്ലാവരും പഴം കഴിക്കുന്നവരാണല്ലേ. അപ്പം എല്ലാവരും വീടുകളിൽ ഉണ്ടാവും പഴം. അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതൊരു 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ പഴം എടുത്തിട്ടൊന്ന് ഹോളാക്കി കൊടുക്കുക. ഇതുപോലെ റൗണ്ടിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പഴം കുറച്ചിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ഹോളായിട്ട് എടുക്കണം കേട്ടോ അവിടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ, ഒത്തിരി പഴുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഴമൊക്കെ എലിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീഞ്ഞു പോറായ പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്ക്രബ്ബറാണ്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പഴയതുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ കുഞ്ഞിതാ ഇതുപോലെ തരിതരിയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സ്ക്രബ്ബറിൻ്റെ തരികൾ നമ്മൾ ഈ പഴത്തിന് നമ്മൾ ഹോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്കത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്ക്രബ്ബറിൻ്റെ തരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്കിയുള്ള സ്ക്രബ്ബറിൻ്റെ തരിയിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് അതൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ ഹോള്. അതിന് ശേഷം നമുക്ക് ഈ പഴം നമ്മുടെ വീട്ടിലെ എലി, പെരിച്ചാഴി ശല്യമുള്ള ഭാഗത്തൊക്കെ ഒന്ന് കൊണ്ട് വെക്കുക കേട്ടോ. അവർ വരുന്ന ആ സ്ഥലം, ഒരു വഴി, അവരിരിക്കുന്ന മാളത്തിൻ്റെ സൈഡിൽ, അവർ വരുന്ന ശല്യം ഉണ്ടാക്കുന്ന ഭാഗത്തൊക്കെ ഇതൊന്ന് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അവർ ഉറപ്പായിട്ട് ഇത് തിന്നും. കാരണം നമ്മുടെ ഈ പഴം എലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവർ കഴിച്ച് പിന്നെ അത് ചത്തു പൊക്കോളും. പിന്നെ ആ എലിയുടെ ഒരു ശല്യമേ ഉണ്ടാകത്തില്ല. കാരണം ഈ സ്ക്രബ്ബറൊക്കെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് തന്നെ അത് എലിയുടെ വയറ്റിൽ ചെന്നിട്ട് ഒരു പെട്ടെന്ന് വയറൊക്കെ വീർത്ത് ചത്തുപോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന ആ ഒരു പകുതി പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അടുത്ത ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞൊടി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനൊരു അല്പം ശർക്കരയും കൂടെ ഇതിലേക്കൊന്ന് ഇതുപോലെ ചീവി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയും പഴവും ഒക്കെ നമ്മുടെ എലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും ഇത് വന്ന് കഴിക്കും. ഇനി നമുക്ക് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം മതി നമുക്ക്. കുറച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ പല്ലിയും പാറ്റയൊക്കെ ഓടിക്കാനുള്ളൊരു ടിപ്പിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പകുതിക്കകത്തേക്ക് നമ്മൾ മെഴുകുതിരി കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരും വീട്ടിൽ മെഴുകുതിരി ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നോ വേണ്ട ഏത് മെഴുകുതിരി ആയാലും കുഴപ്പമില്ല. നമുക്കിത് ഇതുപോലെ തന്നെ ഒന്ന് ചീവി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊടിച്ചിട്ടാണേലും നൈസായിട്ട് ചെറിയ തരിതരിയായിട്ട് ഇതുപോലെ നമ്മൾ ഈ പഴത്തിനുള്ളിലേക്കൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഉടച്ചു കൊടുക്കുക കേട്ടോ. ഉടച്ചെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ചിരട്ടയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. കാരണം തേങ്ങയൊക്കെ എല്ലാ എലികൾക്കും ഇഷ്ടമാണ്. എലികൾ തേങ്ങ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇച്ചിരി തേങ്ങയൊക്കെ ഇരിക്കുന്ന ചിരട്ടയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഇനി ആ ചിരട്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും ശർക്കരയും മെഴുകുതിരി എല്ലാം കൂടി ചേർന്ന് ആ മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എലി ശല്യമുള്ള ഭാഗത്തൊക്കെ ഇതൊന്നും കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഉറപ്പായിട്ട് എലി വന്ന് കഴിക്കും. പിന്നെ അവരുടെ ശല്യം ആ ഭാഗത്തേക്ക് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നമ്മളിങ്ങനെ ബാലൻസ് വെച്ചിരിക്കുന്ന ഈ ഒരു പഴവും ശർക്കരയും ഉണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനകത്തേക്ക് നമുക്കത് ഈ ഒരു നമ്മുടെ സാമ്പ്രാണിയുടെ ചെറിയൊരു ധൂപാണ് കേട്ടോ. അപ്പം നമ്മൾ സാമ്പ്രാണിയായിട്ട് പോയിക്കുന്ന ഒന്നാണ്. അപ്പം കൊതുകുതിരിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഒന്നുകൂടി നല്ലതാണ്. ഇതും എഫക്റ്റീവാണ്. അപ്പോൾ എൻ്റെ കൊതുകുതിരി ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്. അപ്പോൾ ഞാനിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ നമ്മൾ ഈ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിനുള്ളിൽ എവിടെയാണോ പാറ്റയും പല്ലിയും കൂടുതൽ വന്നിരിക്കുന്ന സ്ഥലം, കബോർഡിനുള്ളിൽ, അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ, ജനാലയുടെ സൈഡിലൊക്കെ പല്ലി പാറ്റകളൊക്കെ മിക്കപ്പോഴും രാത്രി പാറ്റയൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്തും അതുപോലെ കബോർഡിനുള്ളിലൊക്കെ ഇറങ്ങി വരാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഓരോന്ന് പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അവരിത് വന്ന് കഴിച്ചിട്ട് അവർ ചത്തു പോക്കുള്ളൂ. പിന്നെ അവരുടെ ശല്യ ഭാഗത്തേ ഉണ്ടാവത്തില്ല. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അവർ കയ്യെത്തുന്ന ഭാഗത്തൊന്നും ഇതുകൊണ്ട് വെക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം എലിയെയും പാറ്റയും പല്ലിയെയും പെരിച്ചാഴിയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.